ഇവിടെ എന്തൊട്ട് ഇപ്പൊ ചെയ്യാ? കൂടെ ഉള്ളവരൊക്കെ രക്ഷപ്പെട്ട്, നമ്മൾ മാത്രം ഒരു പണിക്കും തുറക്കും പോകാതെ ഇവിടെ ഇരിക്കുകയാണ്. അവന്മാരൊക്കെ പുറത്തു പോയി രക്ഷപ്പെട്ടു. നമുക്ക് എന്തൊട്ട് ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ഒരു കിടില ഐഡിയ ഉണ്ട്. നമുക്ക് ആ പട്ടിക്ക് ഹെൽമെറ്റ് വെക്കണ പരിപാടി അറിയാലോ. പട്ടിക്ക് ഹെൽമെറ്റ് വെക്കണ പരിപാടിയാ? അതൊട്ട് പരിപാടിയാ? പട്ടിക്ക് എന്തിനാ ഹെൽമെറ്റ്? കേരളത്തിൽ എത്ര പട്ടികളാടെ വണ്ടി ഇടിച്ച് അവിടെ. പട്ടിക്ക് ഹെൽമെറ്റാ? പിന്നെ പോടാ പട്ടി, അതൊന്നും വേണ്ട. വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം. നമുക്ക് അതിനാണ് ഒരു ചായ കുടിച്ചിട്ട് നോക്കിയാലോ? എന്നാ ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. നമുക്ക് ചായ കുടിക്കാം. എന്താ മനുഷ്യൻ നിങ്ങൾ ഈ പറയണത്? ഞാൻ ഇത്ര നേരം പാത്രം കഴുകണല്ലായിരുന്നു, നിനക്ക് ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ പഴഞ്ചൻ സെറ്റപ്പ് ഒക്കെ മാറിയൊന്നും വേറെ നല്ല പുതിയ കട എടുക്കാം. അപ്പൊ നിങ്ങൾ കേട്ടില്ലല്ലോ. അവിടെ കുറെ നേരമായി കുറെ പേര് വന്നിരിക്കണം. എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിച്ചായിരുന്നോ? 2 പൊറോട്ടയും ബീഫും പറഞ്ഞിട്ടുണ്ട്. എന്നാട്ടാ ചായ. ഓക്കെ. ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ പ്രൊജക്ട് ഇതെന്നെ കൊണ്ട് പോകുള്ളൂ എനിക്ക് തോന്നുന്നത്. എന്റെ പൊന്നു ഹൃദയം, ഞാൻ ഈ ആഴ്ച പേപ്പർ ഇടാൻ പോണേ. മാനേജർ എന്താണ് തീരുമ്പോ പണിയൊന്നും തിരിക്കണം. എന്നെ കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മള് ജൂനിയറാന്ന് വെച്ചു പുള്ളി വെറുതെ മെക്കിട്ട് തന്നതാ. അല്ലാതെ എന്ത് പറയാൻ? ഞാൻ എല്ലാം വേറെ ജോലി നോക്കാൻ പോണേ. അല്ല എന്താ വേണ്ടത്? 2 ചായ മാത്രം മതി. ഹലോ, എന്നോട് ഞാൻ പറഞ്ഞതല്ലേ 5 മണിക്ക് വരാൻ വരുന്നുള്ളത്. പിന്നെ നീ എന്താ വരാതിരുന്ന? ഇത്രയും വെയിറ്റ് ആവാനായിട്ട് ഞാൻ 2 മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് തന്നു. നീ ഒന്നും പറയാൻ നിൽക്കണ്ട. നീ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. എന്ത് എക്സ്ക്യൂസ്? എപ്പോഴും ഉണ്ടാവും ഏതുവരും ഓരോ എക്സ്ക്യൂസ് ആയിട്ട്. വേണ്ട, നിർത്തിക്കോ. ബ്രേക്കപ്പ് വെച്ചിട്ട് പോവുള്ളൂ. എന്താണ് ഒരു തപ്പോളും? നമ്മളെന്തൊട്ട് ചെയ്യാം? എന്താ പരിപാടി? അപ്പൊ അത്ര കച്ചവടം നമ്മള് ഖത്തറിലേക്ക് കയറ്റി വയ്ക്കണം. അത്ര കച്ചവടാ? പിന്നെ അഞ്ചോളം നിക്കരുത്, അതൊന്നും വേണ്ട. പിന്നെ പിന്നെ അന്ന് ശരിയാവില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? കൂടി കൂടെ പരിപാടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ ഒരു ചായ കുടിച്ചിട്ട് ആലോചിച്ചാ.